അൽ ഫസ്ലുസ്താനി ഫി ഇസ്ബാത്തി കറാമത്തിൽ ഔലിയാഹി. അള്ളാഹുവിന്റെ പരിശുദ്ധ ദാസന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അള്ളാഹ് ആദരിച്ച കൂട്ടരുടെ ഔലിയാക്കൾ. ആ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടോ ഇല്ലേ? ആ കറാമത്തിനെ സ്ഥിരപ്പെടുന്നത് പറയുന്ന രണ്ടാമത്തെ ഫസ്ല്. ളുഹൂറുൽ കറാമാത്തി അലൽ ഔലിയാഇ ജായിസുൻ അഖ്ലൻ വവാഖിഉൻ നഖ്ലൻ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ മേൽ അള്ളാഹ് നൽകുന്ന അമാനുഷിക ശക്തി കഴിവുകൾ, ആ കഴിവുകൾ വെളിപ്പെട്ടു വരിക എന്നത് ബുദ്ധിപരമായി ചിന്തിച്ചാൽ സംഭവിക്കാൻ ജായിസാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിലോ സംഭവിച്ചിട്ടുമുണ്ട്. രണ്ട് നിലക്കും സംഭവിക്കാവുന്നതാണ്. അമ്മ ജവാസുഹു അഖിലൻ ഫഇന്നഹു ലൈസ ബിമുസ്തഹീലിൻ ഫീ ഖുദ്റത്തില്ലാഹി അസ്സ വജല്ല. ബുദ്ധിപരമായി ചിന്തിച്ചാൽ അള്ളാന്റെ ഔലിയാക്കളുടെ കറാമത്ത് വെളിപ്പെടാമെന്ന് വന്നത് അത് അസംഭവ്യമല്ല. അള്ളാന്റെ ഖുദ്റത്ത് പരിശോധിച്ചാൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. ബൽ പിന്നെയോ ഹുവ മിൻ ഖബീൽ മുംകിനാത്തി, ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും പറ്റുന്ന മുംകിനായ ഒരു സിഫത്ത് അള്ളാഹ്ക്കുണ്ടല്ലോ. അത്തരം ഒരു കബീലയിൽ, അത്തരം ഒരു വിഭാഗത്തിൽ പെട്ടതായിട്ടാണ് ഈ ളുഹൂർ കറാമത്ത് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഉദാഹരണം എങ്ങനെ മനസ്സിലാക്കിയെടുക്കാന്ന് ചോദിച്ചാല്, കൽളുഹൂരി മുഅ്ജിസാത്തിൽ അംബിയായി സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം. അംബിയാക്കൾക്ക് അല്ലാഹു തആല അമാനുഷിക ശക്തിയായി നൽകിയ മുഅ്ജിസത്തുകൾ വെളിപ്പെടുന്നില്ലേ? അത് ബുദ്ധിപരമായി ചിന്തിച്ചാൽ അസംഭവ്യമല്ലല്ലോ, സംഭവിക്കാവുന്നതല്ലേ? എന്നതുപോലെ തന്നെയാണ് അള്ളാന്റെ ഔലിയാക്കൾക്കുള്ള കറാമത്തും എന്ന് പറയാം. ഹാദാ മദ്ഹബു അഹ്ലി സുന്നത്തി മിനൽ മശായിഖിൽ ആരിഫീന വൽ ഉസൂലിയീന വൽ ഫുഖഹായി വൽ മുഹദ്ദിസീന റളിയല്ലാഹു അൻഹും അജ്മഈൻ. അള്ളാന്റെ ആരിഫീങ്ങളായിരിക്കുന്ന മശായിഖന്മാർ, അടിസ്ഥാനപരമായി കാര്യം ചിന്തിക്കുന്നവർ, കർമ്മപരമായി അറിയുന്ന കർമ്മ പണ്ഡിതന്മാർ, ഹദീസ് പഠിച്ചതായിരിക്കുന്ന മുഹദ്ദിസുകൾ, ഇങ്ങനെയുള്ള എല്ലാവരും ഒത്തിണങ്ങിയ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത്. ഈ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബ് ഇതാണ്. ഇതിൽ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത് തർക്കല്ല. അപ്പൊ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തു നിൽക്കുന്ന മുസ്ലിം ലേബിളിൽ ഉള്ള ആളുകൾക്ക് അതോ ബിദ്അത്തുകാർക്ക് തർക്കമുണ്ടെന്ന് മനസ്സിലാക്കാം. وتصانيفهم ناطقة بذلك تركا وغربا وعجما وعربا. അറബി, അനറബി, കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഏതെല്ലാം ഭാഗത്തുള്ള പണ്ഡിതന്മാർ രചിച്ചു വെച്ച ഗ്രന്ഥങ്ങളുണ്ടോ അത്തരം ഗ്രന്ഥങ്ങൾ മുഴുവനും ഈ കറാമത്തോട് സംസാരിച്ചിട്ടുമുണ്ട്. പിന്നെ സുമ്മൽ ഖൗലു സഹീഹുൽ മുഖ്താറു ഇൻദ ജംഹൂരിൽ അഇമ്മത്തിൽ മുഹഖഖീന മിൻ അഹ്ലി സുന്നത്തി. അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിലെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അഇമ്മത്തുൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ ബഹുഭൂരിഭാഗത്തിന്റെയും അടുക്കൽ ബലപ്പെട്ട സ്വഹീഹായ വാക്ക് അന്ന കുല്ലമ ജാസ ലിൽ അംബിയാഇ മിനൽ മുഅ്ജിസാത്തി ജാസ ലിൽ ഔലിയാഇ മിസ്ലുഹു മിനൽ കറാമാത്തി. അംബിയാക്കൾക്ക് അനുവദനീയമായി നിൽക്കുന്ന മുഅ്ജിസത്തുകൾ, അങ്ങനത്തെ എല്ലാ കാര്യം അംബിയാക്കൾക്ക് മുഅ്ജിസത്ത് പറ്റുമല്ലോ, അങ്ങനെയുള്ള എല്ലാം അതൊക്കെ അള്ളാന്റെ ഔലിയാക്കൾക്കും ജായിസാണ്, കറാമത്തുകളായിട്ട് വരും. അപ്പൊ അംബിയാക്കൾക്കുള്ള മുഅ്ജിസത്തുകൾ വരുന്നത് ഔലിയാക്കൾക്കുള്ള കറാമത്തായിട്ട് സംഭവിക്കാം. എങ്ങനെ? ബിശർത്തി അദമി തഹദ്ദി, വെല്ലുവിളി ഇല്ല എന്ന അടിസ്ഥാനത്തിൽ. കറാമത്താകുമ്പോ വെല്ലുവിളി ഇല്ല, മുഅ്ജിസത്താകുമ്പോ വെല്ലുവിളി വരും. അപ്പൊ വെല്ലുവിളി ഇല്ല എന്ന വിധേനെ കറാമത്ത് ഔലിയാക്കൾക്ക് സംഭവിക്കൽ അനുവദനീയമാണ്. മുഅ്ജിസത്തുകൾ അംബിയാക്കൾക്ക് എന്താണ് മുഅ്ജിസത്ത് സംഭവിക്കുന്നത് പോലെ. ഇങ്ങനെ വെല്ലുവിളി ഇല്ല എന്ന് പറയുമ്പോൾ വലാ യരിദു അലാ ദാലിക, അതിന്റെ മേലിൽ സംശയം വരൂല. എന്ത്? അൽ ഖുർആനു ലിലുസൂമിഹി തഹദ്ദിയ. ഖുർആൻ അവിടെ മുഅ്ജിസത്താണ്, നബിന്റെ വലിയ മുഅ്ജിസത്താണുള്ളത്. അത് ഇപ്പോ വെളിപ്പെട്ട് കിടക്കുന്നു, വെല്ലുവിളി ഇല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ എന്ന്. വെല്ലുവിളിയോട് കൂടെ നമ്മൾ പറയുന്നത് ഖുർആൻ എന്നുള്ളത് വെല്ലുവിളിയെ നിർബന്ധമാക്കുന്ന ഒന്നാണ്.
അവന് വെല്ലുവിളി ഇല്ലാതെ കറാമത്ത് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ സംശയം വരാൻ സാധ്യതയില്ല. പിന്നെ വലയസിഹു ശരിയല്ല ഖൗലുമൻ ഒരുത്തര വാക്ക് എന്താണ് യഖൂലു ആ ഒരുത്തൻ പറയുന്നു ഇന്ന ദാലിക യുഅദ്ദി ഇലൽ ഇൽതിബാസി ബൈനൽ കറാമാതി വൽ മുഅ്ജിസാത്തി. മുഅ്ജിസത്തുകൾ കറാമത്തുകൾ ഇത് രണ്ടും ഉള്ളവർ രണ്ട് വിധേനയാണ്. ഒന്ന് നുബുവത്തുള്ളവരാണ്, ഒന്ന് നുബുവത്തില്ലാതെ ഇൽഹാമുള്ളവരാണ്. ആവട്ടെ ഈ മുഅ്ജിസാത്തുകളും കറാമത്തുകൾക്കും ഇടയിൽ ഒരു തിരിച്ചറിയായ്മ വരൂലേ? ആ തിരിച്ചറിയായ്മ വരുന്നതിലേക്ക് ഈ പറഞ്ഞ വാക്ക് കൂട്ടുന്ന ആരോ പറഞ്ഞിട്ടുണ്ട്. അതായത് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായിട്ട് വെളിപ്പെടൽ ജായിസായത് പോലെ വെല്ലുവിളി ഇല്ലാതെ കറാമത്ത് ഔലിയാക്കൾക്ക് വെളിപ്പെടാം എന്നീ വാക്ക് പറയുമ്പോൾ ഖുർആൻ വെല്ലുവിളി ഇല്ലാതെ പറ്റൂലല്ലോ. അങ്ങനെ സംശയം വരുത്തേണ്ട. കാരണം ഖുർആൻ വെല്ലുവിളിയെ നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ കറാമത്തും മുഅ്ജിസത്തും തമ്മിൽ വേർതിരിയാൻ സാധ്യതയില്ലല്ലോ എന്നൊരു കൂട്ടർ അതും ശരിയല്ല. എന്റെ കാരണം അന്നൽ മുഅ്ജിസത യജിബു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളുടെ മേൽ മുഅ്ജിസത്ത് നിർബന്ധമാണ്. അത് യതഹദ്ദാ ബിഹ ആ മുഅ്ജിസത്ത് കൊണ്ട് നബി വെല്ലുവിളിക്കണം. വയുബിഹറഹ മുഅ്ജിസത്ത് നബി തങ്ങൾ വെളിപ്പെടുത്തും വേണം. അത് നിർബന്ധമാണ്. പിന്നെ ഒരു കറാമത്ത് യജിബു അൽ വലിയ വലിയിന്റെ പേരിൽ നിർബന്ധമാണ് ആ യഖ്ഫിയഹ അത് മറച്ചു വെക്കല്. വളരെ രഹസ്യമായിട്ട് വെക്കണം. ഇല്ല ഇന്ദറൂറത്തി ലറൂറത്തിന്റെ ഘട്ടത്തിൽ ഒഴികെ ലറൂറത്തുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടി അത്രേ ഉള്ളൂ. ഔ ഇതിന് അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ അനുമതി ഉണ്ടെങ്കിൽ ഔ ഹാലിൻ വാലിബിൻ അല്ലെങ്കിൽ എന്താ അവസ്ഥ മികച്ചു വന്നു, അങ്ങനെ മികച്ചു വന്നൊരവസ്ഥ ഉണ്ട്. ആ സന്ദർഭത്തിൽ ലാ യകൂലു ഫീഹി ഇഖ്തിയാർ അവന് അതിൽ ഇഖ്തിയാറേ ഇല്ല. അത് ഓനങ്ങനെ നിന്നു, ഓന്റെ ഇഷ്ടാനുസരണം വന്നതല്ല, അതങ്ങനെ വന്നുപോയി, അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയുള്ള 3 ഘട്ടങ്ങൾ ഒഴിച്ച് കറാമത്ത് വെളിപ്പെടുത്താൻ പാടില്ല. ഇവിടെയാണ് മുഅ്ജിസത്തും കറാമത്തും തമ്മിലുള്ള വ്യത്യാസം. മുഅ്ജിസത്ത് നബിമാർക്ക് വെളിപ്പെടുമ്പോഴെ വെല്ലുവിളി അനിവാര്യമാണ്, അപ്പൊ വെളിപ്പെടുത്തുന്നതാണ്. കറാമത്ത് അങ്ങനൊന്നും വേണ്ട. അല്ലെങ്കിൽ ഈ കറാമത്ത് വെളിപ്പെടുത്തുന്നത് എന്തിനാവൂലി തഖ്വിയത്തി മുരീദീന ചില ശൈഖന്മാരുടെ മുരീദന്മാരെ നിൽക്കുന്ന ചില ആളുകൾക്ക് ഉറപ്പ് ശക്തി വന്നു, അവർക്ക് സംശയം ഉണ്ടാവും. ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് ശക്തി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ യക്കീനൊന്ന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്താക്കും കറാമത്ത് വെളിപ്പെടുത്തേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഏതുപോലെ കമാ ബഅല ബഅദഹും ചില ആളുകൾ പ്രവർത്തിച്ചതുപോലെ ഔലിയാക്കളെ എന്ത് ഉറഫ അസലമിന ജവി അന്തരീക്ഷത്തിൽ നിന്ന് കൈകൊണ്ട് തേൻ വാരി തേങ്ങോട്ട് കോരി ഇടുമ്പോ അള്ളാഹു ആ തേനെ വെച്ചു കൊടുത്തു ഫീ ഫമി മുരീദില്ലഹു ആ ഷെയ്ഖിന്റെ അല്ലെങ്കിൽ ആ വലിയിന്റെ മുരീദ എന്ന ഒരാളെ വായിലേക്ക്. അപ്പൊ ആ മുരീദിന് ഒരു ഉറപ്പ് രേഖ ചാചാട് നിൽക്കുകയാണ്. അപ്പൊ ഷെയ്ഖ് തന്നെയാണ്, ഉന്നതനാണ്, വലിയാണ് എന്റെ ഷെയ്ഖ്, അള്ളാഹുവിലേക്ക് അടുത്ത ആളാണെന്ന് ബോധ്യം കിട്ടണമെങ്കിൽ ഉറപ്പ് കിട്ടാൻ ആ മുരീദിന് വേണ്ടിയിട്ട് ഷെയ്ഖ് ഇതാവും കറാമത്ത് കാണിച്ചു കൊടുക്കും. അങ്ങനത്തെ കറാമത്താണ് അന്തരീക്ഷം ഷെയ്ഖും കണ്ട് കൈ എടുത്തിട്ട് തേൻ കോരി കൊടുക്കുന്നു. അപ്പൊ ആ തേൻ നേരെ കൊടുക്കുന്നു. അപ്പൊ കണ്ടല്ലോ അത് കറാമത്ത് മുഖാന്തരം കിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ വരാം. ചുരുക്കത്തിൽ എന്താ മുഅ്ജിസത്ത് വെല്ലുവിളി നിർബന്ധ, അത് ചെയ്യേണ്ടി വരും. എന്നാൽ കറാമത്തിന് വെല്ലുവിളി ഒന്നും വേണ്ട, അത് അള്ളാഹ് കൊടുക്കുന്ന ആദരവാണ്, അത്രേ ഉള്ളൂ. ഇനി നോക്കുക, ഉറുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത് അന്ന റജുലൻ നിശ്ചയമായിട്ടും ഒരാള് അറാ വൈറ മഹാൻ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുത്തു അൽ കഅബത്ത കഅബയെ മിൻബിലാദിൻ ബഈദത്തിൻ അകലെ നാട്ടിന്ന്. കഅബയുമായി അറേബ്യൻ രാജ്യമായി എത്രയോ അകലെയുണ്ട്, നോക്കിയാൽ കാണൂല. അങ്ങനെ കാണാത്ത അത്ര ദൂരത്തിൽ ഒരു വലിയ മറ്റൊരു കഅബ നോക്ക് കാണിച്ചു കൊടുത്തു. അതൊരു കറാമത്താണ്, അത് അല്ലാഹുവിന് നൽകിയ കറാമത്താണ്. നമ്മൾ മൊബൈലിൽ കാണണം ആരുന്നല്ല. ഇപ്പൊ ഇത് നമുക്ക് മൊബൈലിൽ കാണണമെങ്കിൽ എന്ത് വേണം? യന്ത്രം വേണം, എന്നിട്ട് അത് ഓണാക്കണം, എന്നിട്ട് കായപാട് ഉണ്ടാവണം, എന്നേ നമുക്ക് കാണുള്ളൂ. അത് ഐനിയായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുകയാണത്. അത് അല്ലാഹുവിന് കൊടുത്ത കറാമത്തല്ലേ. ഇത് നോക്കൂ, ആഖിറു അറാ ബഅദൽ മുൻകിരീനൽ കഅബത. ചില ആൾക്കാർ പറഞ്ഞു കഅബയെ തന്നെ ഒന്നും ഇല്ല, കാരണം നിഷേധിക്കാണ് നിഷേധികൾക്ക്. അങ്ങനെ കഅബ നിഷേധിക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. അയാൾക്കൊരു വലിയ കാണിച്ചു കൊടുത്തു.
യതൂഫു ബിഹ, ആ കഅബയെ ഇയാൾ വലയം ചെയ്യുന്നതായിട്ട് നോക്ക്. ഇയാൾ കഅബ തവാഫ് ചെയ്തതായിട്ട് ആ വലിയ കഅബ കാണിച്ചു കൊടുക്കുകയാണ്. അതും ഒരു കറാമത്ത് തന്നെയല്ലേ. ഇതാണ് മഹാന്മാർക്ക് കറാമത്ത് എന്ന് പറഞ്ഞത്. വഖദ് സമിഅനാ സമാഅൻ മുഹഖഖൻ, ഉറപ്പായ രീതിയിൽ തന്നെ തള്ളിക്കളയാൻ കഴിയില്ല ആ വിധത്തിലുള്ള കേൾവി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണത്? അന്ന ജമാഅത്തം മിൻഹും, ഔലിയാക്കളിൽപ്പെട്ട ഒരു സംഘം, ഷൂഹിദത്തിൽ കഅബത്തു, കഅബക്ക് എന്തായി എന്നറിയാമോ, കഅബയെ കാണപ്പെടുകയുണ്ടായി, നേരെ ഹാജരാക്കപ്പെട്ടു. തതൂഫു ബിഹിം തവാഫൻ മുഹഖഖൻ, യഥാർത്ഥമായ ഒരു തവാഫിന്റെ ഡൂബിളിയല്ല, യഥാർത്ഥമായിരിക്കുന്ന തവാഫ് ചെയ്യുന്ന രീതി ഇവരെ കൊണ്ട് കഅബ അങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തവാഫ് ചെയ്യുന്ന രീതിയിൽ കഅബയെ കാണിക്കപ്പെടുകയുണ്ടായി. ഇത് കേൾവിയാണ്, യഥാർത്ഥമാണ്, കളവല്ല, പൊഴിവാക്കല്ല എന്നാൽ. വറഅയ്തു ബഅദൻ, എന്നാൽ ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. മിമ്മ ഷാഹദ ദാലിക, അത് നേരിട്ട് കണ്ട ആൾക്കാരെ കൂട്ടത്തിൽ ഞാൻ ഒരാൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരാരാളാണ്? മിന സിഖാത്തി, വിശ്വസിക്കാൻ പറ്റുന്നവരാൽ, അൽ അത്തഖിയായി, അല്ലാഹു തആലാനെ ഭയന്ന് ജീവിക്കുന്ന മുത്തഖികളായ കൂട്ടക്കാർ, ഇവരാണവർ. മാത്രമല്ല ബൽ മിന സാദാത്തിൽ ഉലമായി മിന സാദാത്തിൽ ഉലമായി, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ സാദാത്യങ്ങളായ പണ്ഡിതന്മാരുണ്ട്. ഓലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ സംഭവം പറഞ്ഞ ആൾക്കാരുണ്ട്. ഇനി വയറുദാലിക്ക, ഇത് അല്ലാത്ത ധാരാളമുണ്ട്. മിമ്മാ യതൂലു ദിക്റു, അതൊക്കെ ഇവിടെ ദീർഘമായി പോകും, അങ്ങനത്തെ ഒരു പാടുണ്ട്, പറയുന്നില്ല. വമാ സഹബ ഇലൈഹിൽ ഇമാം അബൂ ഇസ്ഹാഖിൽ ഇസ്ഫറായിനി റഹിമഹുല്ലാഹു തആല, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇമാം അബൂ ഇസ്ഹാഖിൽ ഇസ്ഫറായിനി. എന്നാൽ മൂപ്പര് പോയ റൂട്ടുണ്ട്, അതിവിടെ പറയേണ്ടതുണ്ട്. ആ പോയ റൂട്ട് എന്താണെന്ന് അറിയാം. അതെന്തിനാന്ന് ചോദിച്ചാൽ, മിൻ നിസ്ബാത്തി ബഅദിൽ കറാമാത്തി ദൂന ബഅദ്, ചില കറാമത്തുകളെ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ, ചിലത് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ എന്ന് പറയുന്ന ഈ വാക്ക്, ഇതാണ് മൂപ്പർ അഭിപ്രായം. അത് വഹുവ മുഖാലിഫുൻ ലിമദ്ഹബിൽ ജംഹൂരി സഹീഹിൽ മശ്ഹൂർ, പ്രചാരത്തിലുള്ള ശരിയായ ബലപ്പെട്ട അഭിപ്രായം ബഹുഭൂരിഭാഗത്തിന്റെ മദ്ഹബിന് എതിരാണ്. ചിലതില്ല, ചിലതെന്താ ശരിയല്ല, അങ്ങനെയല്ല മദ്ഹബ് ബഹുഭൂരിഭാഗത്തിന്റെയും എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഇങ്ങനെ ബഹുഭൂരിഭാഗത്തിനും എതിരാന്ന് വെച്ചാൽ മതി. 4 കറാമത്ത് നിഷേധിയല്ല എന്ന് പറയാനോ. ഇനി നമുക്ക് ബുദ്ധിപരമായി ചിന്തിച്ചപ്പോൾ കിട്ടിയത് നഖൽപരമായിട്ട് നോക്കാം. അത് തെളിവിന്റെ അടിസ്ഥാനം സംഭവിക്കുക. അതിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് നുഹൂറൽ കറാമത്തി, കറാമത്ത് വെളിപ്പെടുക എന്നുള്ള തെളിപ്രകാരം ഫഖദ് ജാഅൽ ഖുർആനി, ഞാൻ വീട്ടിൽ ക്ലാസ് എടുത്തുകൊണ്ട് പറയും. ഇന്നത്തെ ക്ലാസ്സോട് കൂടി കുട്ടികൾക്ക് പരീക്ഷ അടച്ചാലോന്നുള്ള അഭിപ്രായം. ആയിക്കോട്ടെ. അതിനുള്ള പരീക്ഷയൊക്കെ എവിടെ പഠിക്കേണ്ടത് നിങ്ങൾ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാല്. ഇന്നല്ല, ഇന്ന് ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കാലോ. പറഞ്ഞു കൊടുക്കാം. പിന്നെ പരീക്ഷ ദിവസം അറിയിക്കും. എത്ര പേജ് വേണമെന്ന് വെച്ച് നോക്കി. നിങ്ങള് മട്ടം പോലെ നോക്കിയിട്ടേ. അല്ല, അങ്ങനല്ല, നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് ഒരുപാട് കഴിയൂല. അത് നിങ്ങള് അവിടെ ആ സമയത്ത് നോക്കിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ആ ലെവലിലേ മറ്റേ കുറയണ്ട. അപ്പൊ ഒരു 200, ഉദാഹരണമായി പറയട്ടെ, ഒരു 200 പേജ് കഴിഞ്ഞാൽ പൗതി മതിയോ? അത് ഒരു ഉദാഹരണം അങ്ങനെ നോക്കിട്ട് ഒരു 10 തുടങ്ങിയാലോ. ആയിക്കോട്ടെ, ശരി. ഇനി ഖുർആനികപരമായ തെളിവ് തരാം. എന്താ ഖുർആനിൽ പറഞ്ഞു നോക്കാം. ഫഖദ് ജാഅ ഫിൽ ഖുർആനി വഫിൽ അഖ്ബാരി വൽ ആസാരി ബിൽ ഇസ്നാദി, പരമ്പരാഗതമായി ഇസ്നാദ് പ്രകാരം പരമ്പരയായി തന്നെ മുന്നും മുറിയാതെ ചരിത്രങ്ങളെ കിതാബുകളിലും പണ്ഡിതന്മാരുടെ മൊഴികളിലും റസൂലുള്ളാഹിന്റെ വാക്കുകളിലും വിശുദ്ധ കലാമിലും അത് വെളിപ്പെട്ട് കിടക്കുന്നുണ്ട്, വന്നിട്ടുണ്ട്.
എന്ത് വന്നിട്ടുണ്ട്? ഒന്ന് യഖ്റുജു അൽ ഹസ്രി വത്തഅദാദ്, അത് ഇത്രയും എണ്ണിക്കണക്കാക്കാൻ വഴിയാ ക്ലിപ്തമാക്കാനും പറ്റാത്ത വിധം ധാരാളം കാണുന്നുണ്ട് എന്നർത്ഥം. ചിലത് പറയാം വമിൻദാലിക ഫിൽ ഖുർആനി, അങ്ങനെ തെളിവ് പ്രകാരമായി ഖുർആനി വന്ന ഒന്നാണെന്ത്? മാ ഖബറല്ലാഹു തആല അൻ മറിയമ ബിൻതി ഇമ്രാൻ റളിയല്ലാഹു അൻഹ, ഇമ്രാന്റെ പുത്രിയായിരിക്കുന്ന മറിയം ബീവി, ആ മറിയം ബീവിയെ തൊട്ട് അല്ലാഹു തആല പറഞ്ഞ കഥ ഖുർആനിലുണ്ട്. എവിടെ? ഖൗലിഹി അസ്സ വജല്ല, അല്ലാഹു തആലയുടെ വാക്കിൽ കുല്ലമാ ദഖല അലൈഹാ സകരിയ്യൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹി ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. എന്താ പറഞ്ഞത് ഖുർആനിൽ? കുല്ലമാ ദഖല അലൈഹാ സകരിയ്യൽ മിഹ്റാബ്, ബൈത്തുൽ മുഖദ്ദസിലെ മിഹ്റാബിലേക്ക് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ കടന്നു ചെല്ലുമ്പോൾ മറിയം ബീവിന്റെ അടുത്ത് അവിടെ ഒന്നും കിട്ടാത്ത രീതിയിലുള്ള പഴങ്ങളും ഭക്ഷണങ്ങളും സക്കരിയ ബീവി കാണുന്നു. സക്കരിയ നബി എന്നാണ് അലൈഹിസ്സലാം കാണുന്നു. എന്നിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയോട് ചോദിക്കുകയാണ്, പെണ്ണെ അന്നാലക്കിയാത, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? ഇവിടെ ഒന്നും ഇല്ലല്ലോ പതിനാ. അപ്പോൾ മറിയം ബീബി കൊടുക്കുന്ന മറുപടി ഹുവ മിൻ ഇൻദില്ലാ, അത് അള്ളാന്റെ ഭാഗത്തുനിന്നാണ്. അല്ലാഹു തആല കയ്യും കണക്കുമില്ലാതെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് സൂറത്ത് ആലി ഇംറാനിലെ 37 പേജ് മറിച്ചാൽ കാണും. ആ ചരിത്രം ഉള്ള മറിച്ച പിടിച്ചാൽ കിട്ടും. മറിയം ബീവി വലിയത്ത, ആ വലിയത്തായിരിക്കുന്ന മറിയം ബീവിക്ക് അല്ലാഹു തആല കൊടുത്ത കറാമത്താണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഖുർആൻ പറഞ്ഞ കറാമ നിഷേധിക്കാൻ കഴിയുമോ? കഴിയൂല. അപ്പൊ ഖുർആൻ തെളിവുണ്ട്. ഇനി നോക്കൂ, വേറെയും കാണാം വഖൗലുഹു സുബ്ഹാനഹു വതആല ലി മറിയമ, അതേ മറിയം ബീവിയോട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്ക് കാണാം. എന്താ അല്ലാഹു തആല പറഞ്ഞത്? വഹുസി ഇലൈകി ബിജിദിൻ നഖലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ എന്ന് കാണാം. അത് സൂറത്ത് മറിയമിലെ 25-ാമത്തെ ആയത്തിൽ കാണാം. എന്തേ പറഞ്ഞത്? മറിയം ബീവിക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കേണ്ട സമയം അടുത്തു, നൊമ്പല വേദന പിടിച്ചു. അപ്പോൾ ഉണങ്ങിയതായ ഒരു ഈത്തപ്പന തണ്ട് മച്ചാരി നിന്നു മറിയം ബീവി. അപ്പോൾ അവിടുന്ന് അല്ലാഹു തആല മറിയം ബീവിക്ക് പറഞ്ഞു കൊടുത്തു, മറിയമേ, നിങ്ങൾ ആ ചാരി നിൽക്കുന്ന ഉണങ്ങിയ ഈത്തപ്പന തണ്ടുണ്ടല്ലോ, അതങ്ങ് പിടിച്ച് കുലുക്കിക്കോളൂ. കുലുക്കുമ്പോൾ അതിൽ നിന്ന് നല്ല മുന്തിയതായിരിക്കുന്ന നല്ല സുന്ദരമായ പഴങ്ങൾ നിങ്ങളെ മേലെ ഇങ്ങനെ വർഷിക്കുമെന്ന് മഹാനായ അല്ലാഹു തആല മറിയം ബീവിക്ക് പറഞ്ഞു കൊടുത്തു. അതുണ്ടായി. അത് കറാമത്താണ്. നമ്മളെ കൊണ്ട് കഴിയോ? അപ്പൊ അള്ളാഹ് ഇഷ്ടക്കാരാകുമ്പോ അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട്. കറാമത്ത്. അപ്പൊ ഖുർആൻ കൊണ്ട് വ്യക്തമായില്ലേ ഒരു വലിയത്തായ മറിയം ബീവി, ഈസാ നബിന്റെ അമ്മയാണ്, വലിയത്താണ്, ലഭിച്ചത്. ആ വലിയത്തിന്റെ കറാമത്ത് വ്യക്തമായി ഖുർആൻ പറയുമ്പോ നമുക്ക് എന്ത് സംശയം? എന്താ വിശ്വസിക്കും തെറ്റ്? അതൊരു പടച്ചോനാകൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പടച്ചോനെ തന്നെ ഉണ്ടാവേണ്ടി വരും. ദജ്ജാലും പടച്ചോനായ ആൾക്കാരോടുണ്ടല്ലോ. നമ്മളാരും സുന്നത്തെ മാത്തിന്റെ ആൾക്കാർ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദജ്ജാൽ എന്ത് കഴിവ് കാട്ടിയിട്ടും കാര്യമല്ല. നരകവും സ്വർഗവും സൂര്യനും ചന്ദ്രനും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓൻ പടച്ചോനെ നമ്മളാരും പറയൂല. സുന്നത്തെ മാത്തിന്റെ ആൾക്കാർ പറയും നീ ദജ്ജാൽ തന്നെ എന്ന് പറയും. കാരണം നിന്റെ നെറ്റിക്കിടയിൽ കാഫിർ എഴുതിയിട്ടുണ്ട് എന്നാണ്. അതാ സുന്നത്തെ മാത്തിന്റെ പണ്ഡിതന്മാരായാലും സുന്നത്തെ മാത്തിന്റെ വിശ്വാസം രക്ഷപ്പെടാൻ കാരണം. ഓൻ അവിടുന്ന് രക്ഷപ്പെടും. പടച്ചോനാണ് അമാനുഷികമായ എല്ലാ കഴിവും കാട്ടുക, അസാധാരണ സംഭവം കാണിക്കുന്നൊക്കെ പടച്ചോനെ വന്നാൽ ദജ്ജാലും പടച്ചോനെന്ന് പറയേണ്ടി വരും. എല്ലാം പടച്ചോനെ പറയേണ്ട ഗതികേടാണ് എന്ത് അസുന്നികൾക്കുണ്ടാവുക. ഔദു ബില്ലാഹ്, അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ എന്ന് പറയാം. പഴുത്ത കാരൊക്കെ കിട്ടാത്ത കാലഘട്ടത്തിലായി സംഭവമൊക്കെ നടന്നതാണ്. അങ്ങനെ തഫ്സീരി ഖുർആന്റെ വ്യാഖ്യാനത്തിൽ അങ്ങനെ വന്നിട്ടുമുണ്ട്. അങ്ങനെ ഖുർആൻ കൊണ്ട് തെളിവ് കിട്ടിയ കറാമത്തിൽ പെട്ടതാണ് മാ ഖബറല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരം നൽകിയ സംഭവം. അതെന്തിനാലാണ്? അജായിബി, പുതുമകളാൽ. ആളുടെ കൈക്ക് അലാ യദിൽ ഖിദ്ർ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാം, മൂസാ നബിയും ഖിദ്ർ നബിയും തമ്മിൽ അവർ യാത്രകൾ നടന്നല്ലോ അല്ലേ? അങ്ങനെ 2-3 സംഭവം ഉണ്ടായല്ലോ, മഹാ അത്ഭുതങ്ങൾ. ആ അത്ഭുത കഥകൾ സൂറത്തുൽ ഗഫിൽ അല്ലാഹു തആല പറഞ്ഞെന്നില്ലേ?
അവിടെ ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിനെ നടന്ന സംഭവം അത് കറാമത്താണ്. മൂസാ നബിക്ക് പ്രവാചകത്വവും ഇതൊക്കെ എന്താണ് അള്ളാഹു തആല നൽകിയതായ കറാമത്ത് തന്നെ. പ്രകാരം തന്നെയാണ് ഖിസ്സത്തു ദുൽ ഖർനൈനി. ദുൽ ഖർനൈനിയുടെ ചരിത്രമാണ് പറഞ്ഞിട്ടുണ്ട്. റിദ്വാനുല്ലാഹി അലൈഹി വതൻകീരില്ലാഹി സുബ്ഹാനഹു വതആല ലഹു മാലൻ യുമക്കിൻഹു ലിഗൈരിഹി. ദുൽ ഖർനൈനി കിഴക്കും പടിഞ്ഞാറിനോടിൽ അധികാരം നടത്തുന്ന അത്തരം കഴിവ് വേറൊരാൾക്കും അള്ളാഹു തആല സൗകര്യം ചെയ്ത് കൊടുക്കാത്തത് ഈ മഹാനായ ദുൽ ഖർനൈനിക്ക് ചെയ്തു കൊടുത്ത സൗകര്യം ഖുർആനിലുണ്ടല്ലോ. അതൊക്കെ ആ മഹാനുള്ള കറാമത്തല്ലേ. ഇങ്ങനെ അങ്ങ് പരിശോധിച്ചാൽ എത്ര കറാമത്ത് ഖുർആനിൽ കാണാം. ഇനി നോക്കുക, കദാലിക ഖിസ്സത്തു അഹ്ലിൽ കഹ്ഫ് റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അതും അവർക്കുള്ള കറാമത്താണ്. വൽആജീബുല്ലത്തി ളഹറത്ത് മിൻ കലാമിൽ കൽബി മഅഹും. അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ പോയ നായ ഖിത്മീർ, ആ ഖിത്മീർ എന്ന് പറയുന്ന നായന്റെ സംസാരം, അതിന് വെളിപ്പെട്ട മഹാ അത്ഭുതങ്ങൾ, അതൊക്കെ അവർക്കുള്ള കറാമത്താണ്. അത് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ നോവലല്ല. വൈരിദാലിക്ക, ഇതല്ലാത്തതൊക്കെ എത്ര കാണാൻ കഴിയും ഖുർആനില്. ഇനിയും പറയട്ടെ, വകദാലിക്ക, അപ്രകാരം തന്നെയാണ് തെളിവ് പ്രകാരം ഖുർആൻ കൊണ്ട് ഉദ്ധരിച്ചതായ കറാമത്ത് ഖിസ്സത്തു ആസിം ഇബ്നു ബർഖയ റളിയല്ലാഹു തആല അൻഹു മാ സുലൈമാൻ അലൈഹിസ്സലാം ഫീ അർശി ബിൽഖീസ്. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരണം. അത് കൊണ്ടുവരുവാൻ ആരെക്കൊണ്ട് കഴിയാന്ന് പറഞ്ഞത് ഇഫ്രീത് ജിന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എത്തിക്കാന്ന് ഇഫ്രീത് ജിന്ന് പറഞ്ഞപ്പോൾ മനുഷ്യവർഗത്തിൽപ്പെട്ടതായിരിക്കുന്ന ആസിം ഇബ്നു ബർഖയ മഹാൻ പറയുന്നു, നിങ്ങൾ കണ്ണ് ചിമ്പി നീക്കുന്ന സമയം എത്ര വേണം, അത്രയും മുമ്പ് ഞാൻ എത്തിച്ചേരാ, അത്ര എളുപ്പത്തില്ലെന്ന്. അതെവിടെ കറാമത്തല്ലേ? ആസിം നൽകിയ കറാമത്ത് ഖുർആൻ പറയുന്നു. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വാക്യത്തിൽ കാണാമെന്ന് ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി അനാ ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക എന്ന് കാണാം. എന്താണത്? അള്ളാന്റെ കിതാബെന്ന് ഇൽമു നേടിയതാ ഒരു പണ്ഡിതൻ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, സുലൈമാൻ നബിയെ, നിങ്ങളെ കണ്ണ് നിങ്ങൾ ചിന്തി എണീക്കുന്നതിന് മുമ്പ്, നിങ്ങൾ നീച്ച കണ്ണുണ്ടല്ലോ, അത് ചിന്തിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ എത്തിച്ചോളാം. ബിൽഖീസ് സിംഹാസനം. ഇതെന്താ ഖുർആൻ വ്യക്തമായി പറഞ്ഞല്ലേ? അത് കറാമത്തല്ലേ? ഈ പറയപ്പെട്ട എല്ലാ ആളുകളും ലൈസു ബി അംബിയാ, അവർ അംബിയാക്കളല്ല. അമാനുഷികമായ ശക്തി നൽകിയില്ലേ? പ്രവാചകന്മാർക്കുണ്ടാവുന്ന മുഅ്ജിസത്ത് പോലെ തന്നെ അത്ഭുതങ്ങൾ ഔലിയാക്കൾക്കും ഉണ്ടായില്ലേ? അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞില്ലേ? ഇതിനെന്തിനാ നിഷേധിക്കുക പറയാ? ഇത് കറാമത്തല്ലാന്ന് പറയാൻ പറ്റുമോ? ومن ذلك بالأخبار الحديث الصحيح المشهور في الصحيحين. ബുഖാരി മുസ്ലിമിൽ പ്രചാരമായ സ്വഹീഹായ വന്നൊരു ഹദീസ് ഉണ്ട്. അത്തരം ഹദീസുകൾ എന്താണെന്നറിയാമോ? ഇങ്ങനെ തെളിവുകൾ ഉദ്ധരിച്ചു പറഞ്ഞ ചരിത്രത്തിൽപ്പെട്ടതാണ്, ഹദീസിൽപ്പെട്ടതാണ്. എന്ത് ഹദീസ്? ജുറൈജ് റാഹിബ്, പുരോഹിതനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയുള്ള ഹദീസ്. അല്ലദീ, എങ്ങനത്തെ ജുറൈജ്? കല്ലമഹു തിഫ്ലു, ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് കുട്ടി സംസാരിച്ചിട്ടുണ്ട്. എവിടെ? ഫിൽ മഹ്ദി, തൊട്ടിൽ കടന്നുകൊണ്ട് കുട്ടി സംസാരിച്ചു. എപ്പോ? ഹീനക്കാലു, ആ കുട്ടിയോട് ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ഉലാമു മൻ അബൂക, കുട്ടിയെ നിന്റെ പിതാവ് ആര്? കാരണം ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ആക്ഷേപത്തിന് വഷളാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വ്യഭിചാരാരോപണം നടത്തി ഒരു പെണ്ണ് ഗർഭിണിയായി. സ്വന്തം അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ജുറൈജ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷ നേരത്തിൽ വഷളയാക്കി. എല്ലാവരും കൂടി കൂടാരം പൊളിച്ചു, മഹാനെ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി. ഈ മൂസിമത്തായിരിക്കുന്ന പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന ഗർഭിണിയുടെ പിതാവ്, ആ ഗർഭത്തിന്റെ ഉത്തരവാദി ജുറൈജാണെന്ന് ഈ പെണ്ണ് വിളിച്ചുകൂടി. ആർക്കോ താല്പര്യത്തിന് വേണ്ടി. അവസാനം ജുറൈജ് റളിയല്ലാഹു അൻഹു സത്യം ബോധ്യം കൊടുത്തുപോകാൻ തീരുമാനിച്ചു. ജനമധ്യത്തിന് കുട്ടി അവിടെ വെച്ച് കുട്ടിയെ കാട്ടിക്കൊടുത്തു. കുട്ടിയോട് ചോദിച്ചു, കുട്ടി പറയൂ നിന്റെ പിതാവ് ആരാണ്? ചെറുപൈതലാണ്, ചോരപ്പൈതലാണ്, തൊട്ടിൽ കിടക്കുന്ന സമയം. അതാ കുട്ടി പറയുന്നു, ബക്കാലി ഇന്നാലിന്ന, ആടുമേക്കുകാരനാണ് എന്റെ പിതാവിന്. കുട്ടി ഉറക്കത് പറഞ്ഞു. ഇത് കറാമത്തല്ലേ? ഹദീസിലുണ്ട്. ഒരു യാത്ര യുവാക്കൾ വന്ന് യാത്ര ചെയ്തു. അങ്ങനെ യാത്ര മധ്യേ മഴ വർഷിച്ചു. മഴയെ തടുക്കാൻ ഒന്നുമില്ല. അവസാനം കണ്ട ഗുഹയാണ്. ഗുഹക്കുള്ളിൽ കയറി കല്ല് വന്നടഞ്ഞു. അവർ കുടുങ്ങി. ഇനി രക്ഷപ്പെടണം. 3 പേരും അവിടെ അമരുകൾ പറഞ്ഞു,
അതനുസരിച്ച് കല്ല് നീങ്ങി. അതും കറാമത്തല്ലേ? അവിടെ കാണാമെന്ത് ഹദീസും സ്വഹീഹുൻ മുത്തഫഖുൻ അലാ സിഖത്തിഹി. ഹദീസ് സ്വഹീഹാണ്, കളവല്ല, ഇത്തിഫാഖുള്ളതാണ്. ഓഹോ മഷ്ഹൂറും മിൻ സഹീഹൈനി, ബുഖാരി മുസ്ലിം പ്രചാരമുള്ള ഹദീസാണ്. ഫംവറജത്ത് സഖറതു, അങ്ങനെ എന്തായി? പാറ അവിടുന്ന് അകന്നു. ഖറജു യംശൂന, അവരെല്ലാവരും നടന്നു പോകുന്നതില്ലേ, അത് കറാമത്തല്ലേ ആണ്. അതുപോലെ തന്നെ ഓമെന്താലിക്ക, അത്തമൊരു കറാമത്തിൽപ്പെട്ടതാണ് എന്ത്? ഹദീസ് ബഖറത്തി, പശുവിന്റെ ഹദീസ്. അല്ലത്തി, എങ്ങനത്തെ പശു? ഹമല അലൈഹ സാഹിബുഹ, ഹമല അലൈഹ ഹുമില അലൈഹ സാഹിബുഹ, ആ പശുവിന്റെ ഉടമസ്ഥനെ പശുവിന്റെ മേൽ ചുമക്കപ്പെട്ടു. അല്ലെങ്കിൽ റക്കിബഹ, പശുവിനവന് വാഹനം കയറി. അലഖത്തിലാവിൽ റിവായത്ത്, റിവായത്ത് വ്യത്യാസമുണ്ട്. ചുമട് വെച്ചു. അപ്പൊ ഹമല അലൈഹ സാഹിബുഹ, പശുവിന്റെ മുകളിൽ ചുമട് വെച്ച ഉടമസ്ഥൻ, അല്ലെങ്കിൽ പശുവിന്റെ മുകളിൽ ഇയാൾ കയറിയുന്നുണ്ട്. പല റിപ്പോർട്ടും അതിലുണ്ട്. അങ്ങനെ റിപ്പോർട്ട് വ്യത്യാസമാവലോടുകൂടി തന്നെ ഇങ്ങനെ പശുവിന്റെ കഥയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫൽതഫതത് ഇലൈഹി, ഈ ഉടമസ്ഥനിലേക്ക് പശുവിന് തിരിഞ്ഞു നിന്നിട്ട് കല്ലമത്തുഹു, ഇയാളോട് പശു സംസാരിച്ചു. വക്കാലത്ത് പശു പറയുകയാണ്, ഇന്നി ലം ഉഖ്ലഖ് ലിഹാദാ, ഇങ്ങനെ ചുമടേറ്റാനോ നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി എന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. വലാകിന്നി ഖുലിഖ്തുൽ ഹർസ്, ഇവിടെ കൃഷി ചെയ്യുവാൻ വേണ്ടിയാണ് എന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞു. അപ്പൊ വഖാലന്നാസു, അപ്പൊ ജനങ്ങൾ പറഞ്ഞു, എല്ലാവരും കേൾക്കല്ലേ, സുബ്ഹാനല്ലാഹ് തഅജ്ജുബൻ വഫസഅൻ, പേടിച്ച് അത്ഭുതപ്പെട്ട് പറയുന്നു, ആ ബഖറത്തുൻ തതകല്ലമു, പശു സംസാരിക്കുകയോ എന്ന്. ഇത് പറയുമ്പോൾ വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എന്ത്? ഇന്നി ഊമിനു ബിദാലിക, അങ്ങനെ പശു സംസാരിച്ചു എന്ന കാര്യം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തന്നെ അബൂബക്കർ ഉമറു, ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് നബി തങ്ങൾ അംഗീകരിച്ചു. വീണ്ടും ഈ ഹദീസ് പറയട്ടെ, ഹദീസും സഹീഹുൻ മഷ്ഹൂറുൻ മദ്കൂറുൻ ഫീ സഹീഹൈനി വഗൈരിഹിമാ, ബുഖാരിയിലും മുസ്ലിമിലും അല്ലാത്ത മറ്റു പല കിതാബുകളും പറയപ്പെട്ട പ്രചാരത്തിലുള്ള സ്വഹീഹായ ഹദീസ് തള്ളാൻ പറ്റൂല. ഇത് കറാമത്ത് തന്നെയല്ലേ? വഹുവ മുത്തബഖുൻ അലാ സിഹ്ഹതിഹി, ഇത് ശരിയാണ് എന്നതിന് വലിയ ഇത്തിഫാഖുമുണ്ട്. അതിനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തബഖു അലാ തകല്ലുൽ ബഖറത്തിൽ മദ്കൂറത്തി, ഇവിടെ നമ്മൾ ചർച്ചക്കെടുത്ത പശുവിന്റെ കഥ, സംസാരിച്ച കഥ, അതിന്റെ മേൽ എല്ലാവരും ഇത്തിഫാഖാണ്. വൈൻ ഇഖ്തലഫാ ഫീ ബഅദി അൽഫാദിൽ ഹദീസി, ഹദീസ് കൊണ്ടുവന്ന ചില പദങ്ങൾ വ്യത്യാസമുണ്ടായേക്കാം, അതിവിടെ കുഴപ്പമില്ല. ആശയത്തിൽ ആരും എതിരല്ല, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. ഒമിന്ദാലിക്ക, അങ്ങനെയുള്ള ചരിത്രത്തിൽപ്പെട്ടതാണ് അൽ ഹദീസു സഹീഹു അൽ മുത്തഫഖു അലാ സിഹ്ഹതി അൽ മദ്കൂറു ഫി സ്വഹീഹൈനി ഫി അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഅ ലൈഫിഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ വന്ന ആളുകൾ ഇരുന്ന് സൽക്കരിച്ചു. ആ കഥയെ ആസ്പദപ്പെടുത്തി ബുഖാരി മുസ്ലിം പറയപ്പെട്ട ഈ ഹദീസ് ശരിയാണെന്ന് ഇത്തിഫാഖുള്ള സഹിയായ ഹദീസ്. അല്ലദീ, അങ്ങനത്തെ ലൈഫ് അല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനത്തെ ഹദീസ്? ഖാല ബിഹി, ആ വിരുന്നൂട്ടുന്ന കാര്യത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അയ്മുല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ കുന്നാ നഖുദു മിൻ ലുഖ്മത്തിൻ ഇല്ലാ റിബൻ മിൻ അസ്ഫലിഹാ അക്സറ മിന്നാ, അല്ലേ? മാ കുന്നാ നഖുദു, ഞങ്ങൾ പിടിക്കുന്നവരല്ല, മിൻ ലുഖ്മത്തിൻ, ഒരൊറ്റ പിടി ഞങ്ങൾ പിടിക്കുന്നില്ല, ഇല്ല റിബന്നോ മിൻ അസ്ഫലിഹാ, ആ ത്വആമിന, പിടിയുടെ അടിഭാഗത്തിൽ വളർന്നു വന്നിട്ടല്ലാതെ, അക്സറ മിന്ന, അതുള്ളത് എന്താണോ അതിനേക്കാൾ അധികമായി വളർന്നു വന്നിട്ടല്ലാതെ ഒരു പിടി ഞങ്ങൾ പിടിച്ചിട്ടില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. അങ്ങനെ വാക്കലു, അവർ തിന്നു, അത്താശബി, അവർക്ക് വയറ് നിറഞ്ഞു. സാറത്ത് അക്തർ മിമ്മ കാലത്ത് കബില താലിക്ക, ഇവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് എങ്ങനെയായിരുന്നു അതിനേക്കാൾ അധികമായി മാറുകയും ചെയ്തു ഭക്ഷണം. അങ്ങനെ പറഞ്ഞിട്ട് നല്ലറയിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ട് വക്കാല, മകൻ ചോദിച്ചു,
ലി ഇംറാത്തി തന്റെ മണവാട്ടിയോട് യാ ഉഖ്ത ബനി ഫിറാസ് അല്ലയോ ഉഖ്ത ബനി ഫിറാസെ മാ ഹാദ ഇത് എന്താണ്, എന്താ അത് കഴിയാത്തത് ഭക്ഷണം ചോദിച്ചു. ഹാലത്ത് മഹദി പറഞ്ഞു ലാ ഒരു പ്രശ്നമല്ല അവ ഖുർറത്ത് ഐനി എന്റെ കണ്ണിന്റെ ഖുർറത്തി ഐനി എന്റെ കണ്ണിന്റെ കുളിർമ തന്നെയാണ് സത്യം. ലഹിയാ നിശ്ചയമായിട്ടും ഈ ഭക്ഷണമല്ലാനായി ഇപ്പോൾ അഗ്ദറ മിൻഹ അതിനേക്കാൾ അധികമുണ്ട്. ഖബ്ലദാലിക ഇതിന്റെ മുമ്പ് എങ്ങനെയായിരുന്നു ഭക്ഷണമെങ്കിൽ അതിനേക്കാൾ അധികം ഇപ്പോഴും കാണുന്നുണ്ട്. ബിസലാസി മർറാത്തിൻ 3 വട്ടം മഹദി പറഞ്ഞു. ഇങ്ങനെ ഒരു കഥ, ഇതും ഒരു കറാമത്തായിട്ട് നിൽക്കുകയാണ്. വിരുന്നേര് വന്നുള്ള ഭക്ഷണം കഴിച്ചും ഭക്ഷണം കഴിഞ്ഞിട്ടില്ല, കൂടുതൽ എന്നല്ലാതെ കുറഞ്ഞു കാണുന്നില്ല എന്നാണ്. അങ്ങനെയാണ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മാ കുന്ന ഞങ്ങളായിരുന്നില്ല, നഖുദു ഞങ്ങൾ പിടിക്കുന്നവരായിരുന്നില്ല, മിൻ ലഖമത്തിൻ ഒരു പിടി ഭക്ഷണത്തിൽ നിന്ന് പിടിക്കൂല, ഇല്ലാരിവൻ അധികമായിട്ടല്ലാതെ, മിൻ അസ്ഫലിഹ ഞങ്ങൾ പിടിച്ചെടുത്തതായിരിക്കുന്ന ലക്കമിന്റെ അടിഭാഗത്തിൽ കിടക്കുന്ന ഭക്ഷണം, അക്സറ മിന്ന ഞങ്ങൾ പിടിച്ചെടുത്ത ആ ലക്കമിനേക്കാൾ അധികമായി കൂടുതലായിട്ടല്ലാതെ ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ എത്ര എടുത്താലും ആ ഭക്ഷണം അധികമായി വരികയാണ്, കുറയുന്നില്ല എന്ന് സാരം. അതായത് ഇവൻ എന്ന പലിശ എന്നല്ല, പലിശയുടെ ഉദ്ദേശം സിയാദത്ത് എന്നാണ് അർത്ഥം. അപ്പൊ ആ അർത്ഥം വെക്കണം. അവിടെ ആ വെച്ചുകൊടുത്ത് എന്തോ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നത് കൊണ്ട് ഇപ്പൊ ഞാൻ ശരിപ്പെടുത്തി വിട്ടതാണ് ഇൻഷാ അല്ലാഹ്.